ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ജാഫോസ് ഇംഗ്ലീഷ്. എല്ലാവർക്കും ഈ ചാനലിലെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്ക് നിലവിലുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരായിരിക്കാം, നിങ്ങൾ ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കാം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഓറൽ കോൺവെർസേഷൻ മാത്രമല്ല, അതേപോലെ തന്നെ വായനയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് സംഭാഷണത്തിലുപരി വായനയിൽ കൂടി ഒരു സ്കില്ലുണ്ടോ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വായിച്ചാലൊക്കെ മനസ്സിലാവുന്ന ഒരു സ്കില്ല് ആവശ്യത്തിനുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള ഭാഷ അതിന് പര്യാപ്തമാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 10 ന്യൂസ് ഹെഡ്ലൈൻസ് തരികയാണ്. ന്യൂസ് ഹെഡ്ലൈൻസ് തരാനുള്ള കാരണം, പത്രവാർത്തകൾ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സാധാരണ ജീവിതവുമായി ബന്ധമുള്ള ഒരു മാധ്യമമാണ്, സാധാരണക്കാർക്ക് വേണ്ടി എഴുതപ്പെടുന്ന മാധ്യമമാണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ 10 ന്യൂസ് ഹെഡ്ലൈൻസ് ഞാൻ തരും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോനെ ഞാൻ 10 ഹെഡ്ലൈൻസ് ചലഞ്ച് എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ 10 ന്യൂസ് ഹെഡ്ലൈൻസ് വായിച്ചിട്ട് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഷ മികച്ചതാണ്. രണ്ടാമതായിട്ട് ഞാനിവിടെ ശ്രമിക്കുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എസെൻഷ്യലായിട്ടുള്ള ഈ പ്രധാനപ്പെട്ട വൊക്കാബുലറികൾ അറിയില്ലെങ്കിൽ അത് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഈ 10 വാർത്തകൾ കടന്നു പോകുമ്പോൾ ഏതാനും പ്രധാനപ്പെട്ട എസെൻഷ്യലായിട്ടുള്ള ചില ഫ്രേസസ് ഓർ ചില വൊക്കാബുലറീസ് നിങ്ങൾക്ക് ലഭിക്കും. മൂന്നാമതായിട്ട്, നിങ്ങൾക്ക് ഇത് വായിച്ചിട്ട് മനസ്സിലാവാത്ത ഒരു പോരായ്മ ഉണ്ട് എങ്കിൽ, അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പല ആളുകൾക്കും ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അറിയാം, പക്ഷേ ഇപ്പം ഞങ്ങളെപ്പോലെയുള്ള ചില എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ പോലും പലപ്പോഴും വായനയിലേക്ക് വരുമ്പോൾ, പത്രവായനയിലേക്കോ അല്ലെങ്കിൽ ന്യൂസ് ചാനൽസൊക്കെ കാണുന്ന സമയത്തും കാര്യങ്ങളെ കൃത്യമായിട്ട് ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം ഉള്ള ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാം? അതായത് നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, പല ആൾക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കാം, പക്ഷേ ഒരു ന്യൂസ് പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാർത്ത വായിച്ച് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഒരു മെയിൽ, ഒരു കത്ത്, ഇംഗ്ലീഷിലുള്ള എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് അത് വായിച്ചിട്ട് കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ കഴിവില്ല എങ്കിൽ ആ കഴിവ് ആർജിച്ചെടുക്കാനുള്ള ഒരു മാർഗം കൂടി ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ അധ്യായത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ വിതൗട്ട് ഫർദർ ഡിലേ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മനുഷ്യൻ്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മാധ്യമമാണ് ദിനപത്രം. അങ്ങനെയുള്ള കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇറങ്ങിയിട്ടുള്ള പത്രങ്ങളിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള വാർത്തകളാണ്. ഈ വാർത്തകളുടെ ഹെഡ്ലൈൻസിലൂടെ മാത്രമാണ് ഞാൻ കടന്നു പോകുന്നത്. വാർത്തയിലേക്ക് നമുക്ക് പോവേണ്ടതില്ല, കാരണം ഒരു വാർത്തയുടെ ഹെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു സത്തയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഈ വാർത്തയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആശയം നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല വാർത്തകൾ വായിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള മറ്റ് വീഡിയോകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിവേ ഇവിടെ എൻ്റെ ഉദ്ദേശം ഹെഡ്ലൈൻസ് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഹെഡ്ലൈൻ നിങ്ങൾ നോക്കുക. കിഷോർ ഗെയിൻസ് അക്രോസ് ദ സ്പെക്ട്രം ആസ് വോട്ടേഴ്സ് സപ്പോർട്ട് ഹിസ് കോൾ ഫോർ ചേഞ്ച് എന്ന് പറയുന്ന ഈ ഹെഡ്ലൈൻ, ഒന്നാമത്തെ ഹെഡ്ലൈൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ വാർത്ത അവസാനം വരെ കാണുക. വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പറയുന്ന വീഡിയോയിൽ നിന്ന് ലഭിക്കും. കിഷോർ ഗെയിൻസ് അക്രോസ് ദ സ്പെക്ട്രം ആസ് വോട്ടേഴ്സ് സപ്പോർട്ട് ഹിസ് കോൾ ഫോർ ചേഞ്ച് എന്ന് പറയുന്ന ഈ വാർത്തയുടെ, ഈ ഹെഡ്ലൈൻ്റെ മീനിങ് എന്താണ്? കിഷോർ ഗെയിൻസ്, കിഷോർ നേടി, ഗെയിൻസ് എന്ന് പറഞ്ഞാൽ ഗെയിൻഡ് എന്നാണ്. അതായത് ന്യൂസ് പേപ്പേഴ്സിന് ഒരു റൂളുണ്ട്, നടന്നുപോയ കാര്യവും പ്രസൻറ്റിലാണ് പറയുക. അത് പത്രങ്ങളുടെ മാത്രം ഒരു നിയമമാണ്. അപ്പോൾ അത് നിങ്ങളിങ്ങനെ മനസ്സിലാക്കുക. കിഷോർ ഗെയിൻഡ്, എന്താണ് നേടിയത്? അക്രോസ് ദ സ്പെക്ട്രം ആസ് വോട്ടേഴ്സ് സപ്പോർട്ട് ഹിസ് കോൾ ഫോർ ചേഞ്ച്. ഈ പറയുന്ന 2 പ്രയോഗങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. കിഷോർ ഗെയിൻസ് അക്രോസ് ദ സ്പെക്ട്രം. അക്രോസ് ദ സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാവിധത്തിലുള്ള ആളുകളുടെയും എല്ലാ തരത്തിലുള്ള എല്ലാ വിധത്തിലുള്ള, അക്രോസ് ദ സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നിലവാരത്തിലുമുള്ള, എല്ലാ വിധത്തിലുമുള്ള, എല്ലാ തരത്തിലുമുള്ള എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഞാൻ പറയാം, പീപ്പിൾ അക്രോസ് ദ സ്പെക്ട്രം, എല്ലാ തലത്തിലുമുള്ള, എല്ലാ തരത്തിലുമുള്ള ആളുകൾ. ലേണേഴ്സ് അക്രോസ് ദ സ്പെക്ട്രം, എല്ലാ തരത്തിലുമുള്ള അല്ലെങ്കിൽ എല്ലാ വിധത്തിലുമുള്ള പഠിതാക്കൾ. സ്റ്റുഡൻസ് അക്രോസ് ദ സ്പെക്ട്രം, എല്ലാ തരത്തിലുമുള്ള വിദ്യാർത്ഥികൾ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുക. കസ്റ്റമേഴ്സ് അക്രോസ് ദ സ്പെക്ട്രം, എല്ലാ തരത്തിലുമുള്ള കസ്റ്റമേഴ്സ്, ഉപഭോക്താക്കൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ അക്രോസ് ദ സ്പെക്ട്രം എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുമുള്ള എന്നതിനർത്ഥമുണ്ട്, ഒപ്പം തന്നെ എല്ലാ തരത്തിലുമുള്ള ആളുകളുടെ സഹായം എന്നുകൂടി അതിനൊരു വിവക്ഷയുണ്ട്. അപ്പോൾ കിഷോർ ഗെയിൻസ് അക്രോസ് ദ സ്പെക്ട്രം, എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ സഹായം കിഷോർ നേടി. ആസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വെൻ എന്ന അർത്ഥത്തിലാണ്. അതായത് ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസിൽ ആസ് എന്ന് പറയുന്നത് ഒരു കൺജങ്ഷൻ, വെൻ എന്ന് പറയുന്ന കൺജങ്ഷന് പകരമായിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ വെൻ
വോട്ടേഴ്സ് ഹിസ് കോൾ ഫോർ ചേഞ്ച്. മാറ്റത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ആഹ്വാനത്തെ വോട്ടേഴ്സ്, സമ്മതിദായകർ, വോട്ട് ചെയ്യുന്ന വോട്ടേഴ്സ് സഹായിച്ചപ്പോൾ, സപ്പോർട്ട് ചെയ്തപ്പോൾ അദ്ദേഹം എന്താ നേടിയത്? എല്ലാ വിഭാഗം ആളുകളിൽ നിന്നുള്ള സഹായം അദ്ദേഹത്തിന് ലഭിച്ചു. Kishore gained across the spectrum. The help of the people across the spectrum as voters support his call for change. മാറ്റത്തിനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ജനങ്ങളെല്ലാം സ്വീകരിച്ചപ്പോൾ, സമ്മതിദായകർ സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുടെ സഹായം ലഭിച്ചു എന്നാണ് ഈ വാർത്ത പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട 2 വൊക്കാബുലറി, അക്രോസ് ദ സ്പെക്ട്രം സാധാരണ കോമൺ കോൺവെർസേഷനിൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വൊക്കാബുലറിയാണ്. കോൾ ഫോർ ആഹ്വാനവും പ്രധാനപ്പെട്ട ഒരു വേർഡാണ്. ഇനി രണ്ടാമത്തെ വാർത്തയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ വാർത്ത വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കുക. ജസ്റ്റ് വായിക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. നിങ്ങൾക്ക് സെൽഫായിട്ടത് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. ഇതിൻ്റെ മീനിങ് നിങ്ങളൊരു കടലാസിൽ എഴുതി വെക്കുക. എന്നിട്ട് ഞാൻ പറയുന്നത് തന്നെയാണോ ഇതിൻ്റെ മീനിങ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് നിങ്ങൾ നോക്കുക. അങ്ങനെ 10 വാർത്തകൾ നമ്മളങ്ങനെ ശ്രമിച്ചു നോക്കുകയാണ്. ആഫ്റ്റർ ഡ്രോയിങ് ഫ്ലാഗ്, ഗവൺമെൻറ് ടു ട്രെയിൻ ഹോസ്പിറ്റൽ സ്റ്റാഫ് ടു ബി കോർട്ടിയസ്. എന്താണ് ഇതിൻ്റെ മീനിങ്? ഈ വാർത്ത നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡ്രോയിങ് ഫ്ലാഗ് എന്ന് പറയുന്ന വൊക്കാബുലറി മനസ്സിലാക്കിയിരിക്കണം. ഗവൺമെൻറ് ടു ട്രെയിൻ ഹോസ്പിറ്റൽ സ്റ്റാഫ് ടു ബി കോർട്ടിയസ്. ഇത് പിന്നെ എല്ലാവർക്കും അറിയാം. കോർട്ടിയസ് എന്ന് പറഞ്ഞാൽ എന്താ? മര്യാദ. അപ്പോൾ മര്യാദയുള്ള ആളുകളാവാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ട്രെയിൻ ചെയ്യുകയാണ്. ഗവൺമെൻറ് ടു ട്രെയിൻ, ദാറ്റ് മീൻസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് വിൽ, ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് വിൽ ട്രെയിൻ. സാധാരണ ന്യൂസ് പേപ്പേഴ്സിൽ വിൽ ഉപയോഗിക്കുന്നതിന് പകരമാണ് ടു ഉപയോഗിക്കുക. ടു എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂച്ചർ ആക്ഷൻ, ദറ്റ് ഈസ് സംതിങ് ഇസ് ഗോയിങ് ടു ബി ഹാപ്പൻ, അല്ലെങ്കിൽ നടക്കാൻ പോകുന്നത്, ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ടു ട്രെയിൻ ഹോസ്പിറ്റൽ സ്റ്റാഫ്, ഹോസ്പിറ്റലിലെ സ്റ്റാഫിനെ ഗവൺമെൻറ് പരിശീലിപ്പിക്കാൻ പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു ബി കോർട്ടിയസ്, മര്യാദയുള്ള ആളുകളായിട്ട് പെരുമാറാൻ വേണ്ടിയിട്ട്, മര്യാദയുള്ളവരാവാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യാൻ പോവുകയാണ്. എപ്പോൾ? ആഫ്റ്റർ ഡ്രോയിങ് ഫ്ലാഗ്. ഡ്രോ ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമർശനമുയരുക. അപ്പോൾ വിമർശനമുയർന്നതിനെ തുടർന്ന്, ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ തുടർന്ന്, ഡ്രോയിങ് ഫ്ലാഗ് വിമർശനം ഉയർന്നതിന്, വിമർശനം ഉയരുക. ഡ്രോയിങ് ഫ്ലാഗ് വിമർശനം ഉയരുക, ആഫ്റ്റർ തുടർന്ന്, ആഫ്റ്റർ ഡ്രോയിങ് ഫ്ലാഗ് വിമർശനം ഉയർന്നതിനെ തുടർന്ന്. അപ്പോൾ 2 പ്രധാനപ്പെട്ട വൊക്കാബുലറി ഇവിടെ കിട്ടിയല്ലോ. മൂന്നാമത്തെ വാർത്തയിലേക്ക് കിടക്കാം. ഫെസ്റ്റീവ് ബസിൽ ടേൺസ് ഇൻ ടു ഇയറി സൈലൻസ് ഇൻ റാന്നി. ഇയറി ബസിൽ. Festive is also a common vocabulary. I hope you already know that word. Anyway, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? ഈ പറയുന്ന വാർത്ത വായിച്ചിട്ട് ഫെസ്റ്റീവ് ബസിൽ ടേൺസ് ഇൻ ടു ഇയറി സൈലൻസ് ഇൻ റാന്നി. റാന്നിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ, വെള്ളം കയറിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തയാണ്. ഓക്കെ, ഒന്ന് പോസ് ചെയ്തിട്ട് ശ്രമിച്ചു നോക്കൂ. മനസ്സിലായില്ലെങ്കിൽ നമുക്ക് നോക്കാം. ഫെസ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഉത്സവം. ഫെസ്റ്റീവ് ബസിൽ, ഹസിൽ ആൻഡ് ബസിൽ എന്നുള്ള ഒരു പ്രയോഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഹസിൽ ആൻഡ് ബസിൽ എന്താ? തിക്കും തിരക്കും. ഹസിൽ ആൻഡ് ബസിൽ, തിക്കും തിരക്കും എന്ന് പറഞ്ഞൊരു പ്രയോഗമാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഫെസ്റ്റീവ് ബസിൽ ഉത്സവത്തിൻ്റെ തിരക്ക്, ഉത്സവം നിറഞ്ഞ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള തിരക്ക് ടേൺസ് ഇൻ ടു, ആയിത്തീരുക, ആയി മാറുക. എന്തായി മാറി? ടേൺസ് ഇൻ ടു സംതിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആയി മാറുക. ഫെസ്റ്റീവ് ബസിൽ ടേൺസ് ഇൻ ടു ഇയറി സൈലൻസ്, ഭയാനകമായ നിശബ്ദതയായി മാറി. ഇയറി എന്ന് പറഞ്ഞാൽ ഭയാനകമായ, സൈലൻസ് നിശബ്ദത. ഇൻ റാന്നി. അപ്പോൾ റാന്നിയിൽ അവിടെ ഉത്സവം നടക്കുകയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു വാർത്തയാണ് സംഗതി. അവിടെ നല്ല സന്തോഷത്തിൽ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾ നിൽക്കുന്ന സമയത്ത് ആ ഫെസ്റ്റീവ് ബസ്സിൽ ഉത്സവ തിരക്ക് എന്തായി മാറി? ടേൺഡ് ഇൻ ടു ഇയറി സൈലൻസ്, ഭയാനകമായ നിശബ്ദതയായി മാറി. എവിടെ? ഇൻ റാന്നി, റാന്നിയിൽ. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന വൊക്കാബുലറി ഒന്ന് ബസ്സിൽ. ബസ്സിൽ എന്ന് പറഞ്ഞാൽ തിരക്ക്. ടേൺസ് ഇൻ ടു, ആയിത്തീരുക, ആയി മാറുക. എന്ത്? ഇയറി സൈലൻസ്, ഭയാനകമായ നിശബ്ദ. ഇയറി, ഭയാനകമായ. ഇനി 4ാമത്തെ ന്യൂസാണ്. വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ഇൻ ദാത്തിയ, കോൺഗ്രസ് കെപ്റ്റ് എ യുണൈറ്റഡ് ഫ്രണ്ട് ആസ് BJP grappled with internal discord. ഈ വാർത്ത മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ വൊക്കാബുലറി അറിയണം? ഒന്ന്, കെപ്റ്റ്
കീപ്റ്റ് എ യുണൈറ്റഡ് ഫ്രണ്ട്. ഇത് കീപ്പ് യുണൈറ്റഡ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഫ്രേസാണ്. കീപ്പ് യുണൈറ്റഡ് ഫ്രണ്ട്. കീപ്പ് യുണൈറ്റഡ് ഫ്രണ്ട് എന്ന് പറയുന്ന പ്രയോഗം ഇംഗ്ലീഷിലുണ്ട്. ദാറ്റ്സ് എ ഫ്രേസ്. ഓക്കെ. പിന്നെ ഗ്രാപ്പിൾഡ് വിത്ത് എന്ന് പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട്. ഗ്രാപ്പിൾ വിത്ത്. ഡിസ്കോഡ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. ഇതിൻ്റെ മൂന്നിൻ്റെ അർത്ഥം അറിയണം. കീപ്പ് എ യുണൈറ്റഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായി നിൽക്കുക. കീപ്പ് എ യുണൈറ്റഡ് ഫ്രണ്ട്, ഒറ്റക്കെട്ടായി നിൽക്കുക. ഗ്രാപ്പിൾ വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിടുക അല്ലെങ്കിൽ മല്ലിടുക. എന്തെങ്കിലും ഒരു സംഭവമായി നമ്മൾ മല്ലിടുന്നതിനെയാണ് ഗ്രാപ്പിൾ വിത്ത് എന്ന് പൊതുവെ പറയുക. ഡിസ്കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ കലഹം. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? BJP ആസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെൻ BJP ഗ്രാപ്പിൾഡ് വിത്ത് ഇന്റേണൽ ഡിസ്കോഡ്. BJP ആഭ്യന്തര കലഹവുമായിട്ട് അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ട് BJPക്കുള്ളിലുള്ള ഭിന്നതകളുമായി BJP മല്ലിട്ടപ്പോൾ അല്ലെങ്കിൽ BJP അത്തരം പ്രശ്നങ്ങൾ നേരിടുമ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്തു? ഒറ്റക്കെട്ടായി നിലനിന്നു. ദ കെപ്റ്റ് എ യുണൈറ്റഡ് ഫ്രണ്ട്. അവർ ഒറ്റക്കെട്ടായി നിലനിന്നു. അപ്പോൾ ഇൻ ദാഥിയയിൽ കോൺഗ്രസ് കെപ്റ്റ് എ യുണൈറ്റഡ് ഫ്രണ്ട്. കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നു. വെൻ ആസ് BJP ഗ്രാപ്പിൾഡ് വിത്ത് ഇന്റേണൽ ഡിസ്കോഡ്. BJP അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളുമായിട്ട് മല്ലിട്ടപ്പോൾ, കലഹിക്കുമ്പോൾ അല്ലെങ്കിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ നേരിടുമ്പോൾ കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് നിന്നു എന്നാണ് ഈ വാർത്ത പറയുന്നത്. ഇനി നമുക്ക് അഞ്ചാമത്തെ വാർത്ത നോക്കാം. വായിക്കൂ, എന്നിട്ടത് മനസ്സിലാവുന്നുണ്ടോ നോക്കിയേ. ഫ്ലഡ് വാട്ടേഴ്സ് റിസീഡ് സ്ലോലി ആസ് റെയിൻ ഈസസ്. മീനിങ് കിട്ടിയോ? പോസ് ചെയ്തിട്ട് വായിക്കുക. മീനിങ് ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക. ഇനി ഞാൻ പറയുന്നതിനാണോ നോക്കിയേ. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് ഒന്ന് ഈസ് എന്ന് പറഞ്ഞാൽ കുറയുക എന്നാണ്. കുറഞ്ഞു വരിക, ഈസ്. ഓക്കെ. ഫ്ലഡ് വാട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രളയജലം. റിസീഡ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് പിന്മാറുക അല്ലെങ്കിൽ കുറയുക. പിന്മാറുക, കുറയുക. സ്ലോലി ആസ്, ഇവിടെയും എന്തുണ്ട്? ആസ് ഉണ്ട്. ദാറ്റ് മീൻസ് വെൻ. അതായത് ഫ്ലഡ് വാട്ടേഴ്സ് റിസീഡ് സ്ലോലി വെൻ റെയിൻ ഈസസ്. മഴ കുറഞ്ഞപ്പോൾ പ്രളയജലം പിൻവാങ്ങി, കുറഞ്ഞു. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആറാമത്തെ ഹെഡ്ലൈനാണ്. പ്രശാന്ത് കിഷോർ ബ്രീച്ചസ് BJP's ഫോർട്രസ് ഇൻ ബാങ്കിപ്പൂർ. ഈ ബാങ്കിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് BJPയുടെ ഫോർട്രസ് പ്രശാന്ത് കിഷോർ ബ്രീച്ച് ചെയ്തു. ഈ രണ്ട് വാക്കുകൾ അറിയുന്ന ഒരാൾക്ക് ഈ വാർത്ത മനസ്സിലാവും. ബ്രീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭേദിക്കുക, തകർക്കുക. ബ്രീച്ച് ഭേദിക്കുക, തകർക്കുക. ഫോർട്രസ് എന്ന് പറഞ്ഞാൽ കോട്ട, ശക്തി കേന്ദ്രം എന്നർത്ഥമുണ്ട്. രാഷ്ട്രീയത്തിൽ ശക്തി കേന്ദ്രത്തെ ഫോർട്രസ് എന്ന് പറയും, അല്ലെങ്കിൽ കൃത്യമായ മലയാളം കോട്ട. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? പ്രശാന്ത് കിഷോർ ബ്രീച്ചസ് എന്ന് പറഞ്ഞാൽ ബ്രീച്ച്ഡ്, പാസ്റ്റായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹെഡ്ലൈൻ ആയതുകൊണ്ടാണ് പ്രസൻറ്റിൽ പറയുന്നത്. പ്രശാന്ത് കിഷോർ ബാങ്കിപ്പൂരിലെ BJPയുടെ ഫോർട്രസ്, അതായത് കോട്ട ബ്രീച്ച് ചെയ്തു, തകർത്തു. ഇനി ഏഴാമത്തെ ന്യൂസ് ഹെഡ്ലൈനാണ് ആംഗൂസ് ട്രിസ്റ്റ് വിത്ത് ഹിസ്റ്ററി. ഇതൊരു സ്പോർട്സ് ന്യൂസാണ്. ട്രിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കുറേ അർത്ഥമുണ്ട്. ട്രിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള അതിൻ്റെ മീനിങ് കൂടിക്കാഴ്ച എന്നാണ്. കൂടിക്കാഴ്ച, നിർണായകമായിട്ടുള്ള യോഗം എന്നൊക്കെയാണ് ട്രിസ്റ്റ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ട്വിസ്റ്റ് വിത്ത് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ചരിത്രം സൃഷ്ടിക്കാനുള്ള നിർണായകമായ അവസരം. ചരിത്രം സൃഷ്ടിക്കാനുള്ള നിർണായകമായ അവസരത്തെ, അതായത് വളരെ നിർണായകമായിട്ടുള്ള ചില ഗെയിംസ്, ആ ഗെയിംസ് ജയിച്ചു കഴിഞ്ഞാൽ ചരിത്രമാവും. അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് പറയാം ദാറ്റ് ഗെയിംസ് ഈസ് എ ട്രിസ്റ്റ് വിത്ത് ഹിസ്റ്ററി. അങ്ങനെ ട്രിസ്റ്റ് വിത്ത് ഹിസ്റ്ററി എന്ന് പറയുന്നതും ഒരു ന്യൂസ് പേപ്പർ, ഒരു ജേർണലിസ്റ്റിക് ഫ്രേസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അപ്പോൾ ആംഗൂർസ് ട്രിസ്റ്റ് വിത്ത് ഹിസ്റ്ററി. അപ്പോൾ ആംഗൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു TT പ്ലെയറാണ്. അദ്ദേഹം ഒരു ടേബിൾ ടെന്നീസ് പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വളരെ നിർണായകമായിട്ടുള്ള ഒരു മത്സരം, ചരിത്രമാവുന്ന ഒരു മത്സരം ആണ് നടക്കുന്നത്. അപ്പോൾ ആംഗൂസ് ട്രിസ്റ്റ് വിത്ത് ഹിസ്റ്ററി എന്നാണ് ഇതിൻ്റെ ക്യാപ്ഷൻ. ഇനി നമുക്ക് എട്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്തയാണ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ളൊരു ന്യൂസാണ്. മാടായി വാർഡ്സ് ഓഫ് മൺസൂൺ മാലഡീസ് വിത്ത് മാരിത്തെയ്യം. എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം? മാടായി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അല്ലേ? മാടായി. വാർഡ്സ് ഓഫ് ഒരു പ്രധാനപ്പെട്ട വൊക്കാബുലറിയാണ്. മൺസൂൺ പിന്നെ എല്ലാവർക്കും അറിയാം, മഴക്കാലത്തെ നമ്മൾ മൺസൂൺ എന്ന് പറയാം. മാലഡി എന്ന് പറയുന്നതും ഒരു പ്രധാനപ്പെട്ട വൊക്കാബുലറിയാണ്. വിത്ത് മാരിത്തെയ്യം. മാരിത്തെയ്യവും നമുക്കറിയാം. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം?
ഇവിടെ വാർഡ്സ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകറ്റുക, എന്തെങ്കിലും അകറ്റുക അല്ലെങ്കിൽ പ്രതിരോധിക്കുക, തടയുക എന്നൊക്കെയാണ് വാർഡ് ഓഫ് എന്ന് പറയുന്ന ഈ ഫ്രേസൽ വെർബിൻ്റെ മീനിങ്. അടുത്തത് മാലഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്, രോഗങ്ങളെയാണ്, ഡിസീസസിനെയാണ് മാലഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മാടായിൽ വാർഡ്സ് ഓഫ് മൺസൂൺ മാലഡീസ് വിത്ത് മാരിത്തെയ്യം, മാടായിൽ മാരിത്തെയ്യം കളിച്ചുകൊണ്ട് മാരിത്തെയ്യം കൊണ്ട് മൺസൂൺ രോഗങ്ങളെ അകറ്റുന്നു. ഇതെന്തെങ്കിലും വിശ്വാസമൊക്കെയായി ബന്ധപ്പെട്ടുള്ള വാർത്തയായിരിക്കാം. എന്തായാലും ഈ വാർത്ത പറയുന്നത് എങ്ങനെയാണ്, മാടായി എന്ന് പറയുന്ന സ്ഥലത്ത് അവരെങ്ങനെയാണ് ഈ മൺസൂൺ രോഗങ്ങളെ, മൺസൂൺ മാലഡീസിനെ അകറ്റുന്നത്, വാർഡ് ഓഫ് ചെയ്യുന്നത്? തെയ്യത്തിലൂടെയാണ്, മാരി തെയ്യത്തിലൂടെയാണ്. 9ാമത്തെ ഹെഡ്ലൈൻ നോക്കാം. റെയിൻഫോൾ ഈസസ് ഇൻ കോഴിക്കോട് ബട്ട് ഫ്ലഡ്സ് കണ്ടിന്യൂ ടു റീക്ക് ഹാവക്. വളരെ അധികം ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് പത്രങ്ങളിലും പുസ്തകങ്ങളിലൊക്കെ. റീക്ക് ഹാവക്, എസ്പെഷ്യലി ഇൻ ന്യൂസ് പേപ്പേഴ്സ്. റീക്ക് ഹാവക്. ഈ ഈസ് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മറ്റൊരു ന്യൂസ് ഹെഡ്ലൈനിൽ. റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ മഴ, അത്രയേ ഉള്ളൂ. മഴ ഈസസ് ഇൻ കോഴിക്കോട്, മഴ കുറയുന്നു കോഴിക്കോട്ടിൽ. ബട്ട് ഫ്ലഡ്സ് കണ്ടിന്യൂ ടു റീക്ക് ഹാവക്. എന്നിട്ടും എന്ത് സംഭവിക്കുന്നു? ഫ്ലഡ്, വെള്ളപ്പൊക്കം തുടരുന്നു. എന്ത് തുടരുന്നു? റീക്കിംഗ് ഹാവക്, നാശം സൃഷ്ടിക്കുന്നത് തുടരുന്നു. റീക്ക് ഹാവക് എന്ന് പറഞ്ഞാൽ നാശം സൃഷ്ടിക്കുക, വലിയ നാശനഷ്ടം സൃഷ്ടിക്കുക, വലിയ രീതിയിലുള്ള ദുരിതം സൃഷ്ടിക്കുക. റീക്ക് ഹാവക് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ദുരിതം അല്ലെങ്കിൽ നാശം സൃഷ്ടിക്കുക എന്നാണ്. റീക്ക് ഹാവക്, നാശം വിതയ്ക്കുക, അതാണ് കൃത്യമായിട്ടുള്ള മലയാളം. വലിയ രീതിയിലുള്ള നാശം വിതയ്ക്കുക, നാശം വിതയ്ക്കുക എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ മഴ കുറയുന്നു, എന്നിട്ടും കോഴിക്കോട് മഴ കുറഞ്ഞു, എന്നിട്ടും നാശം വിതയ്ക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്ലഡ്, ഓക്കെ, അതായത് വെള്ളപ്പൊക്കം. എന്നിട്ടും വെള്ളപ്പൊക്കം നാശം വിതയ്ക്കുന്നത് തുടരുന്നു, ഇപ്പോഴും തുടരുകയാണ്. അടുത്തത് 10ാമത്തെ ന്യൂസാണ്. ഇൻ ദ കോറിഡോർ ഓഫ് ദ ഹോപ്പ്, എ ജേർണി ഇൻ പെർസ്യൂട്ട് ഓഫ് ഡിഗ്നിറ്റി. എന്തായിരിക്കും ഈ ഹെഡ്ലൈൻ കൊണ്ട് അർത്ഥമാക്കുന്നത്? ഇൻ ദ കോറിഡോർ, കോറിഡോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇടനാഴി. എന്തിൻ്റെ ഇടനാഴിയാണ്? പ്രതീക്ഷയുടെ ഇടനാഴി. ഇൻ ദ കോറിഡോർ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ ഇടനാഴിയിൽ. സാഹിത്യത്തിൽ പറയുന്ന ഇൻ ദ കോറിഡോർ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ ഇടനാഴിയിൽ. എ ജേർണി ഇൻ പെർസ്യൂട്ട് ഓഫ് ഡിഗ്നിറ്റി. വളരെ പ്രധാനപ്പെട്ട 2 വൊക്കാബുലറി. ഇൻ പെർസ്യൂട്ട് ഓഫ്, എന്തെങ്കിലും ഒരു സംഗതി നേടുന്നതിനായി, അതിനായി. ഇൻ പെർസ്യൂട്ട് ഓഫ്, അതിനുവേണ്ടി, അതിനായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻ പെർസ്യൂട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നേടാനായി, അതിനുവേണ്ടിയുള്ള ശ്രമത്തിൽ. ഇൻ പെർസ്യൂട്ട് ഓഫ്, അതിനുവേണ്ടിയുള്ള ശ്രമത്തിൽ. എന്തിനു വേണ്ടിയുള്ള? ഡിഗ്നിറ്റി, അന്തസ്. അപ്പോൾ ഇവിടെ ഇൻ ദ കോറിഡോർ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ ഇടനാഴിയിലൂടെ. എ ജേർണി, ഒരു യാത്ര. ഇൻ പെർസ്യൂട്ട് ഓഫ് ഡിഗ്നിറ്റി, അന്തസ് സംരക്ഷിക്കാൻ വേണ്ടി, അന്തസ്സിനായി, അഭിമാനത്തിനായി, അഭിമാനം സൂക്ഷിക്കുന്നതിനായി, അന്തസ് സൂക്ഷിക്കുന്നതിനായിട്ട്, അല്ലെങ്കിൽ ഡിഗ്നിറ്റി സൂക്ഷിക്കുന്നതിനായിട്ട്, ഡിഗ്നിറ്റിക്ക് വേണ്ടിയിട്ട്. ഇൻ പെർസ്യൂട്ട് ഓഫ് ഡിഗ്നിറ്റി, ഡിഗ്നിറ്റിക്ക് വേണ്ടിയിട്ട്. എ ജേർണി, ഒരു യാത്ര. എന്തിലൂടെയാ? ഇൻ ദ കോറിഡോർ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ ഇടനാഴിയിലൂടെ. അങ്ങനെ 10 ന്യൂസ് ഹെഡ്ലൈൻസ് ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ 10 ന്യൂസ് ഹെഡ്ലൈൻസ് വായിച്ചപ്പോൾ എത്ര എണ്ണത്തിൽ സ്വന്തം അർത്ഥം മനസ്സിലായി? കുറേ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കുറേ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. മനസ്സിലാവാത്ത ആളുകളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങൾക്കത് മനസ്സിലാവാത്തത് എന്തുകൊണ്ടായിരുന്നു? കൃത്യമായിട്ടുള്ള ഫ്രേസസിൻ്റെയും അതുപോലെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെയും അർത്ഥം അറിയാത്തതുകൊണ്ടാണ്. ഇനി അത് പഠിക്കാനുള്ള ഒരു മാർഗം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. സാധാരണ രീതിയിൽ ഇത്രയും വാർത്തകളൊക്കെ വായിച്ചപ്പോൾ ഈസി ആയിട്ട് മനസ്സിലാക്കിയ ആളുകളോട് ചോദിച്ചാൽ അവർ പറയും കുറേ കാലങ്ങളുടെ അധ്വാനം കൊണ്ടാണ് അവരത് ആർജിച്ചെടുത്തിട്ടുണ്ടാവുക. 10, 15, 20 കൊല്ലമൊക്കെ നിരന്തരം പത്രങ്ങളൊക്കെ വായിച്ച് അവർ ആർജിച്ചെടുത്ത സ്കില്ലാണത്. ഈ സ്കില്ല് നിങ്ങൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ആർജിച്ചെടുക്കാൻ ഒരു 6 മന്ത് കോഴ്സ് ഞാൻ നടത്തുന്നുണ്ട്. അതായത് ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞു. വാർത്തകൾ വായിച്ചപ്പോൾ ആസ് ഉപയോഗിച്ചിരിക്കുന്നത് വെൻ എന്ന അർത്ഥത്തിലാണ്, ടു ഉപയോഗിക്കുന്നത് വിൽ എന്ന അർത്ഥത്തിലാണ്. ഇങ്ങനെ കുറേ റൂൾസുകളുണ്ട് റൈറ്റിങ്ങിൽ. അങ്ങനെയുള്ള റൂൾസുകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ വാക്കുകൾ, കുറേ ഫ്രേസുകൾ, റീക്ക് ഹാവക്കൊക്കെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളായിട്ട് പോലും നമുക്കത് അറിയില്ല എങ്കിൽ നമുക്ക് ഒരു ജേർണലിസ്റ്റിക്, ഒരു ലിറ്റററി ലാംഗ്വേജ് ഇല്ല. ബേസിക്കായിട്ട് നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ഈ ഒരു ഭാഷ വേറെയാണ്. ഈ ഭാഷയെ നമ്മൾ ജേർണലിസ്റ്റിക് ആൻഡ് ലിറ്റററി ലാംഗ്വേജ് എന്ന് പറയാം. അതായത് പുസ്തകങ്ങളും പത്രങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാനും ഒരു സ്പീച്ച് നടത്താൻ, നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയത്തെ നമുക്കൊരു സ്റ്റേജിൽ കയറി പറയാൻ
അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ അവതരിപ്പിക്കാൻ ഒക്കെ നമുക്ക് ഈ പറയുന്ന ജേർണലിസ്റ്റിക് ആൻഡ് ലിറ്റററി ലാംഗ്വേജ് വേണം. ഈ ലാംഗ്വേജ് 10, 15, 20 കൊല്ലം കൊണ്ടേ ഒരാൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ സംഗതികളെ ക്രോഡീകരിച്ച് ഒരു 6 മന്തിൻ്റെ ഉള്ളിൽ ഒരു വെൽ പാക്ഡ് ആയിട്ടൊരു കോഴ്സായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുകയാണ്. ലോകത്ത് എവിടെയിരുന്നും ഈ കോഴ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. +2 ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സിൻ്റെ 8ാമത്തെ ബാച്ച്, പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. ഈ പറയുന്ന ഒരു പുസ്തകം വേർഡ് മാസ്റ്ററി ഇൻ 30 വീക്സ്, അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെൽഫായിട്ടും പഠിക്കാം, ലൈവിലൂടെ അല്ലാതെ. അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു പുസ്തകമാണ് വേർഡ് മാസ്റ്ററി ഇൻ 30 വീക്സ് എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് സെല്ലർ ബുക്കാണ്. ഇത് ഞാൻ എഴുതിയ പുസ്തകം തന്നെയാണ്. ഈ പുസ്തകം നിങ്ങൾക്ക് സൗജന്യമായിട്ട് തപാൽ വഴി അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ സ്റ്റഡി മെറ്റീരിയൽ ഉൾപ്പെടെയുള്ള ഒരു കോഴ്സാണ്. ഈ കോഴ്സിലൂടെ നിങ്ങൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട 3000-ലധികം, അതായത് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത ന്യൂസിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളെല്ലാം ഈ 3000-ൽ വരും. ഈ പറഞ്ഞ 3000-ഓളം വാക്കുകൾ അറിഞ്ഞാൽ നിങ്ങളെ ഇംഗ്ലീഷിൽ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. ഏത് പുസ്തകവും ഏത് പത്രവും നിങ്ങൾക്ക് വായിക്കാം, എന്തിനെക്കുറിച്ചും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാം, ആധികാരികമായി നിങ്ങൾക്ക് ഡിബേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അതിനകത്ത് 300-ലധികം ജേർണലിസ്റ്റിക് ഫ്രേസസ് ഉണ്ട്, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ 20 അവർ സ്പെഷ്യൽ ഗ്രാമർ റൈറ്റിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞ ആസിൻ്റെയും ടൂവിൻ്റെയൊക്കെ ഉപയോഗമില്ല, അങ്ങനെ കുറേ സീക്രട്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 20 അവർ ഇൻട്രാക്റ്റീവായിട്ട് ലൈവ് ഗ്രാമർ ക്ലാസ്സസ് ഉണ്ട്. പിന്നെ ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് അഡീഷണലായിട്ട് ഒരു 100 ലൈവ് ന്യൂസ് ഡിസ്കഷനുണ്ട്. അതായത് ഈ പറഞ്ഞ കോഴ്സിൽ നിങ്ങൾക്ക് ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് തരുന്നതാണ്. 100 ദിവസം ലൈവായിട്ട് 100 വാർത്തകൾ തരും. ഓരോ ദിവസവും ഓരോ വാർത്ത. അതായത് ഈ കോഴ്സിൽ പഠിക്കുന്ന വാക്കുകളുടെയൊക്കെ പ്രാക്ടിക്കലായിട്ടുള്ള പ്രയോഗങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആ 100 വാർത്തയുടെ PDF വിത്ത് ട്രാൻസ്ലേഷൻ ഉൾപ്പെടെ തരും. അത് നിങ്ങൾ വായിക്കുന്നു. വായിച്ചതിന് ശേഷം ഒരു ലൈവ് ഡിസ്കഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അത് കമ്പൽസറി അല്ല, ഇതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററിയാണ്. അത് 100 ദിവസവും പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ച് ഏകദേശം 300ഓളം ക്ലാസ്സുകൾ വരുന്ന ഒരു ജംബോ കോഴ്സാണ്. ഈ കോഴ്സ് ഭാഷയെ സ്നേഹിക്കുന്ന ഓരോ മലയാളികളും ചെയ്തിരിക്കേണ്ടതാണ്. ഒരുപാട് അധ്യാപകർ ചെയ്യുന്നുണ്ട്, ട്രെയിനേഴ്സ് ചെയ്യുന്നുണ്ട്, ബിസിനസ്സുകാർ ചെയ്യുന്നുണ്ട്, സ്കൂൾ സ്റ്റുഡൻസ് ചെയ്യുന്നുണ്ട്, സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് സെലിബ്രിറ്റീസ് ഈ കോഴ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങളേത് മേഖലയിലുള്ള ആളുകളാണെങ്കിലും നിർബന്ധമായി ചെയ്തിരിക്കേണ്ട ഒരു യുണീക്കായിട്ടുള്ളൊരു കോഴ്സാണ്. ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ 9037990442 എന്ന നമ്പറിലേക്ക് ഇംഗ്ലീഷ് മാസ്റ്ററി എന്നൊരു മെസ്സേജ് അയയ്ക്കുക. മുഴുവൻ ഡീറ്റെയിൽസും വാട്സപ്പ് വഴി പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ബാച്ചിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസാനം ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഒരു കോഴ്സിൻ്റെ പരസ്യമാണ്. അപ്പോൾ പരസ്യം എന്നതിലുപരി ഈ കോഴ്സ് തുടക്കം മുതൽ അവസാനം വരെ കണ്ട ആളുകൾക്ക് കുറേ വാക്കുകൾ പഠിക്കാനും ഏതാനും ചില ഫ്രേസസ് മനസ്സിലാക്കാനും സാധിച്ചു എന്ന് കരുതിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.